ഷെയിൻസ്റ്റാറ്റ് ദൂതിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 11, 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അവർ വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എന്ത് അധികാരത്തിലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിലൊരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്ത് അധികാരത്തിലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശു ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ട് മുമ്പ് അത്തിമരത്തോട് പറയുകയാണ്. അതുപോലെ തന്നെ കടുക് മണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഈ മലയോട് നീ മാറി കടലിൽ ചെന്ന് വീഴാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എന്ന് ഈശോ പറയുകയാണ്. ഇതെല്ലാം പറയുന്ന ഈ യേശുവിന് എവിടെ നിന്നാണ് അധികാരം എന്ന് ഫരിസേയർ ചോദിക്കുകയാണ്. യേശുവിൻ്റെ അധികാരം എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ആരാണ് അധികാരപ്പെടുത്തിയത്? ഈശോ അതിന് മറുപടി പറയുന്നില്ല. ഈശോ യോഹന്നാനെക്കുറിച്ച് ചോദിക്കുകയാണ്. യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയത് യോഹന്നാൻ എവിടെ നിന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ വിശ്വസിക്കാത്ത എന്തെന്ന് ഈശോ ചോദിക്കും. അതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷനായി. പിന്നെ ജനം യോഹന്നാനെ ഒരു പ്രവാചകനായിട്ട് കരുതിയിരുന്നു. ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, പ്രവൃത്തിയിലൂടെ അറിയുക. നിൻ്റെ അധികാരം നിൻ്റെ പ്രവർത്തനത്തിൽ നീ കാണിക്കുക. അത് സ്നേഹത്തിലൂന്നിയ വിശ്വാസത്തിലൂന്നിയ ഒരു പ്രവർത്തനമായിരിക്കണം എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ അധികാരത്തെക്കുറിച്ച് ഈശോ ഒന്നും പറയാത്തതിന് കാരണം നിങ്ങളെല്ലാവരും, എല്ലാ മനുഷ്യരും പ്രവൃത്തിയിലൂടെ ഈശോയെ മനസ്സിലാക്കുക. ഈശോയുടെ പ്രവൃത്തി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മുടെ പ്രായോഗികമായ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാം. നമ്മുടെ പ്രവൃത്തിയിലൂടെ, സ്നേഹത്തിൽ അടിസ്ഥാനമായ പ്രവൃത്തിയിലൂടെ നമുക്ക് നമ്മുടെ അധികാരം അത് നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാം. അതാണ് പരിശുദ്ധ അമ്മ ചെയ്ത്. പരിശുദ്ധ അമ്മ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്തു, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചു. നമുക്ക് പ്രായോഗികമായിട്ട് ഇന്നേ ദിവസം നല്ല പ്രവൃത്തികൾ ചെയ്യാം. അത് നമ്മുടെ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കരുതുകയും ചെയ്യാം. പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.